everyone, welcome back to Jaffa's English. എല്ലാവർക്കും ഈ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മാസ്റ്റർ നേറ്റീവ് ഇംഗ്ലീഷ് ത്രൂ മൂവി ഡയലോഗ്സ് എന്ന് പറയുന്ന ഈ കോഴ്സിലെ രണ്ടാമത്തെ അധ്യായമാണ്. എല്ലാവർക്കും ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ നിന്ന് നേറ്റീവ് സ്പീക്കേഴ്സ് അവരുടെ നിത്യസംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട എക്സ്പ്രഷൻസ്, ഏതാനും ചില എക്സ്പ്രഷൻസ് നമ്മൾ ഇന്ന് പരിശീലിക്കുകയാണ്. ഈ കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മുഴുവൻ എക്സ്പ്രഷൻസും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേറ്റീവ് സ്പീക്കേഴ്സുമായിട്ട് വളരെ ഈസി ആയിട്ട് എഫർട്ട്ലെസ്ലി സംസാരിക്കാനും അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അതിലെ ഡയലോഗ്സുകൾ മനസ്സിലാക്കാനും തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ വളരെ യുണീക്കായിട്ടുള്ളൊരു കോഴ്സാണിത്. ഈ കോഴ്സ് കംപ്ലീറ്റ് നമ്മൾ മൂവി ഡയലോഗ്സ് വെച്ചുകൊണ്ടാണ് ഈ സിലബസ് കംപ്ലീറ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് ഇത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എനിവേ, I welcome every one of you to this session. Let's get started without further delay. നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ഫ്രേസ് എന്ന് പറയുന്നത് ഈ ക്ലിപ്പ് ഒന്ന് കേൾക്കുക. How's it going? How's it going? How's it going? How's it going? ഓക്കെ, ഫ്രേസ് കേട്ടല്ലോ. എന്താണ് ഈ ഡയലോഗ് അല്ലെങ്കിൽ എന്താണ് ആ ക്ലിപ്പിൽ നിങ്ങൾ കേട്ടിരിക്കുന്നത്? അവർ പറയുന്നത് ഹൗ ഇസ് ഇറ്റ് ഗോയിങ് എന്നാണ് അയാൾ ചോദിക്കുന്നത്. ഹൗ ഇസ് ഗോയിങ് സാധാരണ ബ്രിട്ടീഷ് പീപ്പിൾ ആണെങ്കിലും അമേരിക്കൻ പീപ്പിൾ ആണെങ്കിലും അവരുടെ സംഭാഷണങ്ങളിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, ഇത് ബ്രിട്ടീഷെന്നോ അമേരിക്കനോ ഇല്ല, അവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ് ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. ഹൗ ഇസ് ഇറ്റ് ഗോയിങ് എപ്പോഴും നേറ്റീവ് സ്പീക്കേഴ്സ് റെഗുലർ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണിത്. ഓക്കെ, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. നമ്മൾ സാധാരണ എന്തൊക്കെയുണ്ട് വിശേഷം, ഹൗ ആർ യു എന്ന് ചോദിക്കില്ലേ, ഹൗ ആർ യു. ഈ ഹൗ ആർ യു എന്ന് പറയുന്നതിൻ്റെ നേറ്റീവ് വേ ഓഫ് സേയിങ് ആണ്, അല്ലെങ്കിൽ അവർ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന പ്രയോഗമാണ് ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. അപ്പോൾ ഇനി ഒരാളെ കാണുമ്പോൾ സുഖമാണോ അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കാൻ വേണ്ടി നമുക്കും ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, ഹൗ ഇസ് ഇറ്റ് ഗോയിങ് എന്ന് ചോദിക്കാം. നോക്കിയേ, ഈ ഡയലോഗും നോക്കിയേ. ആദ്യത്തെ ക്യാരക്ടർ ചോദിക്കുകയാണ് ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. ഹൗ ഇസ് ഇറ്റ് ഗോയിങ് എന്ന് അയാൾ ചോദിക്കുകയാണ്. അപ്പോൾ മറ്റേ ആൾ പറയുകയാണ് മറുപടിയായിട്ട് പ്രെറ്റി ഗുഡ് താങ്ക്സ്, പ്രെറ്റി ഗുഡ് താങ്ക്സ്. അപ്പോൾ നമുക്കങ്ങനെ കൊള്ളാം അല്ലെങ്കിൽ കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു എന്ന് പറയുകയാണെങ്കിൽ പ്രെറ്റി ഗുഡ് എന്ന് പറയാം. പ്രെറ്റി ഗുഡ് വേറെയും ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, നോ പ്രോബ്ലം. പക്ഷേ ഇവിടെ ഞാനൊരു മാതൃക പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രെറ്റി ഗുഡ് താങ്ക്സ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഐ എം ഫൈൻ, ഫൈൻ താങ്ക് യു എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ പ്രെറ്റി ഗുഡ് എന്ന് പറയുന്നതും അതുപോലെ മറുപടി കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എനിവേ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ഫ്രേസ്. അതിന് മുന്നോടിയായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രാക്ടിക്കലായിട്ട് സംസാരിച്ച് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നടത്തുന്ന ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൻ്റെ കീഴിലുള്ള ഒരു ലൈവ് ഇൻട്രാക്റ്റീവ് കോഴ്സുണ്ട്. നിങ്ങൾക്ക് ലോകത്തെവിടെ ഇരുന്നും നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത് എല്ലാ ദിവസവും നിങ്ങളൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ലൈവ് ഇൻട്രാക്റ്റീവ് സെഷനിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം, ഭാഷയാണ്. ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു മിനിമം സമയം അതിനാവശ്യമാണ്. 5 മാസമാണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. 5 മാസം കൊണ്ട് ലാംഗ്വേജിൻ്റെ കമ്മ്യൂണിക്കേഷൻ ആവശ്യമായ എല്ലാ ഭാഗങ്ങളിലൂടെയും വളരെ കൃത്യമായിട്ട് നമ്മൾ കടന്നു പോകുന്ന ഒരു സിലബസാണ്. വളരെ പ്രാക്ടിക്കലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ പഠിച്ചു പോകുന്നത്. ഒരു ലേണർക്ക് ഒരു ടീച്ചർ എന്ന രൂപത്തിലായിരിക്കും ഈ കോഴ്സ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള ഇടവേളയിൽ കൃത്യമായിട്ടുള്ള ലെവൽ ചെക്കുകൾ നടത്തി അതിനനുസരിച്ചുള്ള കസ്റ്റമൈസേഷൻ ഈ കോഴ്സിനകത്തുണ്ടാവും. വളരെ ഒരുപാട് ആളുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഈ കോഴ്സ് താല്പര്യമുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ 9037990442 എന്ന് പറയുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി എന്നൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. മുഴുവൻ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവർക്കും ബ്രിസ്റ്റൂസ് ഇംഗ്ലീഷ് മാസ്റ്ററി കോഴ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ഈ സെഷൻ കണ്ടിന്യൂ ചെയ്യാം. ഇനി നമ്മൾ പഠിക്കുന്ന നേറ്റീവ് സ്പീക്കേഴ്സ് ഏറ്റവും കൂടുതൽ അവരുടെ സംഭാഷണങ്ങളിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു എക്സ്പ്രഷനാണ് കേട്ടല്ലോ. ഇത് എസ്പെഷ്യലി ഇതൊരു ബ്രിട്ടീഷ് ഇംഗ്ലീഷിലെ ഒരു പ്രയോഗമാണ്. അവരാണിത് കൂടുതലായിട്ട് ഈ ഒരു രീതിയിൽ സംസാരിക്കുക. യു ആൾ റൈറ്റ്. എപ്പോഴും അവർ ചോദിക്കും യു ആൾ റൈറ്റ്. അതിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ മീനിങ് മനസ്സിലാവും അല്ലേ. ആർ യു ഓക്കെ എന്നാണ്. ആർ യു ഓക്കെ, നമ്മൾ ഒരാളോട് ആർ യു ഓക്കെ എന്ന് ചോദിക്കുന്നതിന് തുല്യമായിട്ട് യു ആൾ റൈറ്റ്, യു ആൾ റൈറ്റ്. ഇനി വെറും ഓൾ റൈറ്റ് എന്ന് ചോദിക്കാറുണ്ട്. ഓൾ റൈറ്റ് എന്ന് മാത്രമായിട്ട് ചോദിക്കാം. യു ആൾ റൈറ്റ്, യു ആൾ റൈറ്റ് എന്ന് അവരെപ്പോഴും ആളുകളോട് ചോദിക്കുന്നത്. ഇതൊരു പൊലൈറ്റ് ആയിട്ടുള്ളൊരു വേ ഓഫ് ആസ്കിങ് ആണ്. അതുപോലെ തന്നെ
അവരുടെ നിത്യസംഭാഷണങ്ങളിൽ അവരുടെ ഒരു ലാംഗ്വേജിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. യു ആൾ റൈറ്റ്, കുഴപ്പമില്ലല്ലോ, അറിയോ ഓക്കെ എന്ന അർത്ഥത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് രണ്ടാളുകൾ തമ്മിൽ കാണുമ്പോൾ തന്നെ അവർ തമ്മിലൊരു ഹലോ എന്ന് പറയുന്ന ഒരു ടോണിൽ പോലും നമുക്ക് ഈ പ്രയോഗം അവർ യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, അറിയോ ഓൾ റൈറ്റ്, ഒരാളെ കാണുമ്പോൾ ഓൾ റൈറ്റ്, അറിയോ ഓൾ റൈറ്റ്, ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ എന്നാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു കോൺവെർസേഷൻ നോക്കി, ഒരാൾ രണ്ട് പേര് തമ്മിൽ സംസാരിക്കും. ഒരാൾ ചോദിക്കുകയാണ് യു ഓൾ റൈറ്റ്, ഒരു ഓഫീസാണ് സിറ്റുവേഷൻ, യു ഓൾ റൈറ്റ്. അപ്പോൾ മറ്റേ ആൾ പറയാം യാ ഗുഡ് താങ്ക്സ്. അപ്പോൾ ഒരാളോട് ഓക്കെ അല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷം, അല്ലെങ്കിൽ സുഖമല്ലേ, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മറ്റേ ആൾ യാ ഗുഡ് എന്നയാൾ പറയുകയാണ്. ഓക്കെ, യാ ഗുഡ് താങ്ക്സ്. അപ്പോൾ ഇത് അവരുടെ നിത്യസംഭാഷണത്തിൻ്റെ ഭാഗമായ ഒരു ഉപചാര രൂപത്തിൽ കൂടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആരോടും ഇനി യു ഓൾ റൈറ്റ്, യു ഓൾ റൈറ്റ്, ഓ നീ ഓക്കെ അല്ലേ എന്ന അർത്ഥത്തിൽ ചോദിക്കാവുന്നതാണ്. മൂന്നാമത്തെ എക്സ്പ്രഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ജസ്റ്റ് ഈ ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ വളരെ ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഏറ്റവും നേറ്റീവ് സ്പീക്കേഴ്സ് അവരുടെ ഡെയിലി കോൺവെർസേഷൻ യൂസ് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് പതിയെ ഒരു ഇൻ്റർമീഡിയറ്റ്, അപ്പർ ഇൻ്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ് ലെവലിലേക്ക് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഈ കോഴ്സ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഇതിനകത്ത് വരും. അതുകൊണ്ട് ഇത്ര സിമ്പിളായ കാര്യമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കും. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഓക്കെ, നോക്കൂ. Not bad. Not bad. Not bad. Not bad. നോട്ട് ബാഡ്, നോട്ട് ബാഡ്. ഇത് ഈ പറഞ്ഞ പോലെ യു ഓൾ റൈറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ നോട്ട് ബാഡ്, നോട്ട് ബാഡ് അവർ പല സിറ്റുവേഷനിലും നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന പ്രയോഗം നോട്ട് ബാഡ്, നോട്ട് ബാഡ്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് യു ഓക്കെ ടുഡേ, നീ ഇന്ന് ഓക്കെ അല്ലേ, നിനക്കിന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അയാൾ റിപ്ലൈ പറയുകയാണ് യാ നോട്ട് ബാഡ്, കുഴപ്പമില്ല. നോട്ട് ബാഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കുഴപ്പമില്ല അല്ലെങ്കിൽ നല്ലതാണ് എന്ന് തന്നെയാണ് അർത്ഥം. വളരെ നല്ലതെന്നല്ല, ഗുഡ്, ഓക്കെ, ഗുഡ് ഓർ ഓക്കെ. അപ്പോൾ നിങ്ങളോട് ഒരാൾ വിശേഷം ചോദിക്കുമ്പോൾ നോട്ട് ബാഡ് എന്ന് നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാം. കാരണം നിങ്ങൾ ഓക്കെ ആണ്, ഗുഡ് ആണ് അല്ലെങ്കിൽ ഓക്കെ ആണ് എന്ന അർത്ഥത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ നോട്ട് ബാഡ്. നിങ്ങളോട് ഒരാൾ എന്തിനെക്കുറിച്ച്, ഇനിയിപ്പോൾ നിങ്ങൾ ഒരാൾ ഒരു മൂവി കണ്ടു, കണ്ടിട്ട് ആ സിനിമയെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുക, എങ്ങനെയുണ്ട് സിനിമ, അപ്പോൾ നിങ്ങൾക്ക് പറയാം നോട്ട് ബാഡ് മീൻസ് ഗുഡ്, കൊള്ളാം. നോട്ട് ബാഡ് മീൻസ് കൊള്ളാം, ഗുഡ്. ഓക്കെ ആണ് എന്നാണ്, ഓക്കെ അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം, ബാഡ് ആണെന്നല്ല അതിൻ്റെ അർത്ഥം. എന്താണ്? നോട്ട് ബാഡ് എന്നാണ്, മീൻസ് കുഴപ്പമില്ല, നല്ലതാണ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ രൂപത്തിൽ ഒരു സിനിമ കണ്ടു അതെങ്ങനെയുണ്ട് അതിൻ്റെ അഭിപ്രായം ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ട് ബാഡ് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ഒരാൾ യു ഓക്കെ അല്ലെങ്കിൽ യു ഓൾ റൈറ്റ് ടുഡേ എന്നൊക്കെ പറയുമ്പോൾ നോട്ട് ബാഡ് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത എക്സ്പ്രഷനാണ്, പ്രധാനപ്പെട്ടതാണ്. നോക്കൂ. Cheers, mate. Cheers, mate. Cheers, mate. Cheers, mate. എന്താ മനസ്സിലായത്? സാധാരണ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നതിൽ ചിലത് കോമൺ ആയിട്ട് എല്ലാം UK ആൻഡ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പൊതുവെ നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിലും ചിലത് സ്പെസിഫിക്കലി ബ്രിട്ടീഷ് പീപ്പിൾ മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ചേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ അമേരിക്കൻസ് യൂസ് ചെയ്യാറില്ല, ബ്രിട്ടീഷ് പീപ്പിളാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. പൂർണ്ണമായിട്ട് ഇല്ല എന്നല്ല, ഇതൊരു ബ്രിട്ടീഷ് സ്റ്റൈലാണ്. ഓക്കെ, ചിയേഴ്സ്. ഓക്കെ, ഈ ചിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന സമയത്തുള്ള ചിയേഴ്സ് പറയാറുണ്ട്. അത് നമുക്ക് പൊതുവായിട്ട് എല്ലാവരും ജനറലി ഗ്ലോബലി യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ അതിൽ നിന്ന് മാറി താങ്ക്സ് പറയുക അല്ലെങ്കിൽ ബൈ പറയാൻ, നമ്മൾ രണ്ടുപേരും തമ്മിൽ പോവാണ്, യാത്ര പറഞ്ഞ് പോവുക, ബൈ, അതിന് ചിയേഴ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ താങ്ക്സ് എന്ന അർത്ഥത്തിൽ ഒരു നല്ല കാര്യത്തിന് ഒരു താങ്ക്സ്, നന്ദി പറയുന്നത് ചിയേഴ്സ്, ഒരു നന്ദി സൂചകമായും ചിയേഴ്സ് പറയാം. ബൈ പറയുന്ന പോലെ യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് ആ ഒരു കോണ്ടെക്സ്റ്റിലും നേറ്റീവ്സ് ചിയേഴ്സ് പറയാറുണ്ട്. ഇവിടെ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്, നോക്കിയേ. സീ ടുമോറോ, ആദ്യത്തെ ആൾ പറയും സീ ടുമോറോ, മറ്റേ ആൾ പറയാം ചിയേഴ്സ് ബൈ. സീ ടുമോറോ എന്നൊരാൾ പറഞ്ഞപ്പോൾ മറ്റേ ആൾ പറയാണ് ചിയേഴ്സ് ബൈ, ചിയേഴ്സ് ബൈ. സന്തോഷത്തോടു കൂടിയുള്ള ഒരു ബായ് പറച്ചിലാണ്. ഓക്കെ, സന്തോഷത്തോടുള്ള ബായ് പറച്ചിൽ അല്ലെങ്കിൽ താങ്ക്സ് പറയാൻ ചിയേഴ്സ് അവർ സംഭാഷണത്തിൽ എല്ലായിടങ്ങളിലും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ഡ്രിങ്ക്സ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഗ്ലാസ് മുട്ടിച്ചുകൊണ്ട് പറയുന്ന ചിയേഴ്സ് മാത്രമല്ല, ഇങ്ങനെയും ചിയേഴ്സ് പൊതുവായിട്ട് ഉപയോഗിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട അടുത്ത എക്സ്പ്രഷനാണ് ഇത്, ഒന്ന് കേട്ട് പരിശീലിക്കൂ. All right, fair enough. All right, fair enough. All right, fair enough. All right, fair enough. ഫെയർ ഇനഫ്, ഫെയർ ഇനഫ് എന്ന് പറയുന്നത്, ഈ ഫെയർ ഇനഫ് എന്ന് പറയുന്ന പ്രയോഗം ഇത് മീൻസ് UK-ലും അമേരിക്കയിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രയോഗമാണ് ഫെയർ ഇനഫ്. രണ്ട് രീതിയിൽ നമുക്കിതിന് അർത്ഥം പറയാം. ഒന്ന്, ഒരാൾ പറയുന്ന ഒരു കാര്യം, അത് ചിലപ്പോൾ എന്തെങ്കിലും പോരായ്മയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം,
അത് കുഴപ്പമില്ല, അക്സെപ്റ്റബിൾ ആണ്, ഈ കേൾക്കുന്ന ആൾക്ക് അക്സെപ്റ്റബിൾ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫെയർ ഇനഫ് മതി, കുഴപ്പമില്ല, ഫെയർ ഇനഫ് എന്ന് പറയാം. അതല്ലെങ്കിൽ എനിക്കത് മനസ്സിലാകും. ഇപ്പം എൻ്റെ ഒരു പോരായ്മയെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ്, എനിക്ക് അയ്യോ സോറി ഇങ്ങനെ പറ്റിപ്പോയി. അപ്പോൾ കേൾക്കുന്നയാൾ അത് കുഴപ്പമില്ല, എനിക്കത് മനസ്സിലാകും, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എന്ന അർത്ഥത്തിൽ ഫെയർ ഇനഫ്, കുഴപ്പമില്ലെന്നേ, കുഴപ്പമില്ല, ഫെയർ ഇനഫ്, സാരല്ല, ഫെയർ ഇനഫ് മതി, ഫെയർ ഇനഫ് എന്ന അർത്ഥത്തിൽ, കുഴപ്പമില്ല എന്ന അർത്ഥത്തിൽ ഐ അണ്ടർസ്റ്റാൻഡ് ഓർ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അതല്ലെങ്കിൽ ദറ്റ് ഈസ് അക്സെപ്റ്റബിൾ, ഞാനത് സ്വീകരിച്ചിരിക്കുന്നു, ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന ഒരു സെൻസിൽ പറയാൻ വേണ്ടിയിട്ട് ഫെയർ ഇനഫ് ഉപയോഗിക്കാം. ഇവിടെ തന്നിരിക്കുന്ന കോൺവെർസേഷൻ നോക്കിയേ. ഐ ക്യാൻ സ്റ്റേ ലേറ്റ് ടുഡേ, എനിക്കിന്ന് വൈകി ഇരിക്കാൻ പറ്റില്ലേ. ഐ ഹാവ് ഗോട്ട് എ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ്, ദാറ്റ് മീൻസ് ഐ ഹാവ് എൻ അപ്പോയിൻമെൻറ്റ്, എനിക്ക് ഡോക്ടറെ അടുത്തൊരു അപ്പോയിൻമെൻറ്റ്, ഐ ഹാവ് എൻ അപ്പോയിൻമെൻറ്റ്, ദറ്റ് ഐ ഹാവ് എന്നുള്ളതാണ് ഐ ഹാവ് ഗോട്ട് എന്ന് ബ്രിട്ടീഷ് പീപ്പിൾ പറയുന്നത്. എനിക്കുണ്ട് എന്നതിന് നമ്മൾ സാധാരണ ഐ ഹാവ് അല്ല പറയാം, ഇവർ ഐ ഹാവ് ഗോട്ട്, ഐ ഗോട്ട് എ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ്, ഐ ഹാവ് ഗോട്ട് എ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവർ കുഴപ്പമില്ല, ഫെയർ ഇനഫ്, സീ ടുമോറോ ദെൻ, എന്നാൽ പിന്നെ നാളെ കാണാം, കുഴപ്പമില്ല, ഫെയർ ഇനഫ്, നോ പ്രോബ്ലം, ഫെയർ ഇനഫ്, ഓക്കെ എന്ന അർത്ഥത്തിൽ ദാറ്റ് മീൻസ് അക്സെപ്റ്റബിൾ ആണ്, ഓർ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓർ ഐ അണ്ടർസ്റ്റാൻഡ് എന്ന അർത്ഥത്തിലാണ് ഫെയർ ഇനഫ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത എക്സ്പ്രഷനിലേക്ക് കിടക്കാം. നന്നായിട്ട് പരിശീലിക്കേണ്ട മറ്റൊരു എക്സ്പ്രഷനാണ്, വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഏതാ നോക്കിയേ. No worries, no worries, no worries, no worries. നമ്മളെല്ലാവരും ഒരു ഉപചാര മര്യാദയുടെ ഭാഗമായിട്ട് പറയുന്ന കാര്യമാണ് നോ വറീസ്, നോ വറീസ് അല്ലേ. ഇത് അമേരിക്കക്കാരാണെങ്കിലും ബ്രിട്ടീഷുകാരാണെങ്കിലും ഒക്കെ സ്ഥിരം നേറ്റീവ് സ്പീക്കേഴ്സ് സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഉപയോഗമാണ് നോ വറീസ്, നോ വറീസ്. ഒരാൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയപ്പോൾ നമ്മൾ സോറി പറയണം, നോ വറീസ്, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, നോ വറീസ്, ഇറ്റ്സ് ഓക്കെ. ഇവിടെ തന്നിരിക്കുന്ന ഈ ഡയലോഗ് ഒന്ന് നോക്കി. ഹോപ്പ് ഐ ഡിഡ്ന്റ് ഡിസ്റ്റർബ് യു, ഹോപ്പ് ഐ ഡിഡ്ന്റ് ഡിസ്റ്റർബ് യു. അതിൻ്റെ ഒരു മര്യാദയ്ക്ക് ഒരു വളരെ പൊളൈറ്റായിട്ട് പറയുന്ന ഒരു എക്സ്പ്രഷനാണ് ഹോപ്പ് ഐ ഡിഡ്ന്റ് ഡിസ്റ്റർബ് യു. അത് ഇയാൾ ആ ഡോർ തുറന്ന് ഉള്ളിലേക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളത്തേക്ക് വരികയാണ്, അപ്പോൾ പറയാം ഹോപ്പ് ഐ ഡിഡ്ന്റ് ഡിസ്റ്റർബ് യു. ശല്യമാവില്ല എന്ന് വിചാരിക്കുന്നു, ഞാൻ ശല്യപ്പെടുത്തില്ല എന്ന് കരുതുന്നു, ജസ്റ്റ് ഒരു ഉപചാര മര്യാദയിൽ സംസാരിക്കാം. മറ്റുള്ള നോ വറീസ് മെയ്റ്റ്, നോ വറീസ് മെയ്റ്റ്. ഈ മെയ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ബ്രിട്ടീഷ് പ്രയോഗമാണ്, സുഹൃത്തെ എന്ന അർത്ഥത്തിൽ അവർ യൂസ് ചെയ്യുന്നത്. മെയ്റ്റ് എപ്പോഴും ബ്രിട്ടീഷുകാരാണ് യൂസ് ചെയ്യുക. പക്ഷേ നോ വറീസ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബ്രിട്ടീഷ് ഓർ അമേരിക്കൻ, രണ്ട് ഇംഗ്ലീഷിലും നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. നോ വറീസ്, നോ വറീസ് മെയ്റ്റ്. അപ്പോൾ ഇയാളെന്താ പറഞ്ഞത്? ഹോപ്പ് ഐ ഡിഡ്ന്റ് ഡിസ്റ്റർബ് യു. ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ല എന്ന് കരുതുന്നു, ഞാൻ ശല്യം ചെയ്തില്ല എന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവർ പറയാണ് നോ വറീസ്, നോ വറീസ് മെയ്റ്റ്, കുഴപ്പമില്ല സുഹൃത്തെ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ക്ലിപ്പ് നോക്കിയേ, അല്ലെങ്കിൽ അടുത്ത എക്സ്പ്രഷൻ നോക്കിയേ. That's lovely, dear. 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 ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഈ ദാറ്റ്സ് ലവ്ലി എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രയോഗം തന്നെയാണ്, ഒരു എക്സ്പ്രഷൻ ആണെങ്കിലും ലവ്ലി എന്ന് പറയുന്ന വേർഡ് ഇറ്റ് സെൽഫ് ആൻ എക്സ്പ്രഷൻ. സാധാരണ സംഭാഷണത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് ലവ്ലി എന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി ഗുഡ് ഓർ വെരി നൈസ് എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടു, നല്ലതാണെന്ന് തോന്നി, ലവ്ലി. ഇത് ഒരു ബ്രിട്ടീഷ് എക്സ്പ്രഷനാണ്, സാധാരണ അമേരിക്കൻസ് യൂസ് ചെയ്യാത്ത ഒരു പ്രയോഗമാണ് ലവ്ലി. ഇതൊരു ബ്രിട്ടീഷ് പ്രയോഗമാണ്. അപ്പോൾ ബ്രിട്ടീഷ് മൂവീസൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ സാധാരണ നിങ്ങൾക്ക് എപ്പോഴും കേൾക്കാൻ പറ്റുന്നതാണ് ലവ്ലി. എന്തിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലതായി തോന്നുന്ന എന്തും ലവ്ലി എന്ന് പറയാം. ഓക്കെ, ദാറ്റ്സ് ലവ്ലി, അത് വളരെ മനോഹരമായിരിക്കുന്നു, ദാറ്റ്സ് വെരി ഗുഡ്, വെരി നൈസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ഈ കോൺവെർസേഷൻ നോക്കി. വി ആർ ഗോയിങ് ടു ലണ്ടൻ ടുമോറോ, വി ആർ ഗോയിങ് ടു ലണ്ടൻ ടുമോറോ. നാളെ നമ്മൾ ലണ്ടനിൽ പോവാണ്. അപ്പോൾ മറ്റേ ഓ ലവ്ലി, ഓ നൈസ് എന്ന് പറയില്ലേ, സന്തോഷം കൊണ്ട് പറയുകയാണ് എന്ത്, ഓ വെരി ഗുഡ്, നല്ലത്, നല്ലത് എന്ന അർത്ഥത്തിൽ അയാളുടെ അഭിപ്രായം പറയുകയാണ് എന്ത്, ഓ ലവ്ലി, ഓ ലവ്ലി, ലവ്ലി. നമുക്ക് നമ്മുടെ നിത്യസംഭാഷണത്തിൽ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രയോഗമാണത്. ഓക്കെ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് എക്സ്പ്രഷൻ. അടുത്ത എക്സ്പ്രഷൻ ഇതാ നോക്കൂ. Brilliant. Absolutely brilliant. Brilliant. Absolutely brilliant. Brilliant. Absolutely brilliant. Brilliant. Absolutely brilliant. എന്താ പറഞ്ഞത്? ബ്രില്യൻറ്റ്, ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ് എന്നാണ് അതിനകത്ത് ഡയലോഗ് പറയുന്നത് അല്ലേ. ബ്രില്യൻറ്റ്, ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത് ഈ ബ്രില്യൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു സിമ്പിൾ വേർഡ് ഇതൊരു എക്സ്പ്രഷനാണ്. നേരത്തെ ലവ്ലി എന്ന് പറഞ്ഞപ്പോൾ തന്നെ
ബ്രില്യൻറ്റ് എന്ന് സാധാരണ നേറ്റീവ് സ്പീക്കേഴ്സ് പറയുന്നുണ്ടെങ്കിൽ എക്സലൻറ്റ് എന്നാണ് അർത്ഥം. വളരെ നല്ലത് എന്നതിനെയാണ് ബ്രില്യൻറ്റ്. നമുക്കറിയാം ബ്രില്യൻറ്റ് മീൻസ് സംതിങ് റിലേറ്റഡ് വിത്ത് ബുദ്ധി, അല്ലേ? ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു മീനിങ് ആണ്, അല്ലെങ്കിൽ ബുദ്ധിയുമായി ബന്ധപ്പെട്ടൊരു വാക്കാണ് ബ്രില്യൻറ്റ്, ബ്രില്യൻസ്. പക്ഷേ അവരുടെ നേറ്റീവ് സ്പീക്കേഴ്സ് അവരുടെ സംഭാഷണത്തിൽ എക്സലൻറ്റ് എന്ന അർത്ഥത്തിലാണ് ബ്രില്യൻറ്റ് ഉപയോഗിക്കാറുള്ളത്. ബ്രില്യൻറ്റ് അപ്പോൾ ഒരു വളരെ മനോഹരമായിട്ടുള്ള വെരി ഗുഡ്, ഒരു എക്സലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വെറും ഗുഡല്ല, വെറും നൈസ് അല്ല, എക്സ്ട്രീംലി നൈസ്, എക്സ്ട്രീംലി ഗുഡ് ആയിട്ടുള്ള ഒരു കാര്യം അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് എക്സലൻറ്റ് എന്ന അർത്ഥത്തിൽ യെസ് ബ്രില്യൻറ്റ് എന്ന് പറയാൻ സാധിക്കും. ഇവിടെ തന്നിരിക്കുന്ന ഈ കോൺവെർസേഷൻ നോക്കി. ഐ ഗോട്ട് ദ ടിക്കറ്റ്സ്. സിനിമാ തിയേറ്ററിൽ അയാൾ ഒരു ടിക്കറ്റ് എടുത്തു. അപ്പോൾ ആ ടിക്കറ്റ് കിട്ടിയത് നല്ല വലിയൊരു കാര്യമാണ്, കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നല്ല തിരക്കുള്ള സിനിമയായിരിക്കാം. എനിവേ കുറച്ച് കഷ്ടപ്പെട്ട് കിട്ടിയാൻ തോന്നുന്നുണ്ട്. ഐ ഗോട്ട് ദ ടിക്കറ്റ്സ് എന്ന് അയാൾ പറയുമ്പോൾ ഒരാൾ പറയാം ബ്രില്യൻറ്റ്, നന്നായി, വളരെ എക്സലൻറ്റ്. ആ സന്തോഷത്തോട് കൂടിയിട്ട് അയാൾ പറയുകയാണ് എന്ത്? എക്സലൻറ്റ് എന്ന് പറയുകയാണ്. ദാറ്റ് ഈസ് ബ്രില്യൻറ്റ്. ഓക്കെ, ബ്രില്യൻറ്റ്. ഇനി അടുത്ത എക്സ്പ്രഷൻ നോക്കിയേ. That's fine. That's fine. That's fine. That's fine. ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് ഫൈൻ. നമ്മൾ സാധാരണ പറയാറുള്ളതല്ലേ ദാറ്റ്സ് ഫൈൻ. ഇത് അമേരിക്കൻസും ബ്രിട്ടീഷ് പീപ്പിളും ഒക്കെ പൊതുവെ പറയുന്നതാണ്. ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് ഫൈൻ. എന്താണ് ദാറ്റ്സ് ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, ഒരാളൊരു കാര്യം നിങ്ങളോട് സജഷൻ പറയുകയാണ്, ഒരു കാര്യം നല്ല കാര്യമാണ്, ഇതിങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അപ്പോൾ ദാറ്റ്സ് ഫൈൻ, കൊള്ളാം, നല്ലതാണ്, ഓക്കെ. നിങ്ങളുടെ സമ്മതം നിങ്ങൾ കൊടുക്കുകയാണ്. ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സമ്മതം കൊടുക്കൂലേ? ദാറ്റ്സ് ഫൈൻ. അതല്ലെങ്കിൽ നിങ്ങളത് സമ്മതിക്കുന്നു, അത് അക്സെപ്റ്റബിൾ ആണ് എന്ന അർത്ഥത്തിൽ പറയാൻ ദാറ്റ്സ് ഫൈൻ എന്ന് പറയാം. ഈ ഡയലോഗ് നോക്കിയേ. ഈസ് 5 o'clock ഓക്കെ? 5 മണി ഓക്കെ ആണോ? എന്തൊരു കാര്യത്തിന് അനുവാദം ചോദിക്കുക. 5 മണി ഓക്കെ ആണോ? ദാറ്റ്സ് ഫൈൻ. ഓക്കെ ആണോ? ദാറ്റ്സ് ഫൈൻ. അടുത്ത എക്സ്പ്രഷൻ നോക്കിയേ. God, I'm knackered. God, I'm knackered. God, I'm knackered. God, I'm knackered. ഗോഡ് ഐ എം നാക്കഡ്. എനിക്കൊന്ന് ദൈവമേ എന്ന അർത്ഥത്തിൽ ഗോഡ് ഐ എം നാക്കഡ്. ഓക്കെ, ഐ എം നാക്കഡ്. ഇതൊരു ബ്രിട്ടീഷ് എക്സ്പ്രഷനാണ്. ഇത് സാധാരണ ബ്രിട്ടീഷുകാർ മാത്രമാണ് ഈ ഒരു പ്രയോഗം ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ബ്രിട്ടീഷ് മൂവീസൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഐ എം നാക്കഡ്. ഇതൊരു അഡ്വാൻസ്ഡോ അല്ലെങ്കിൽ ഭയങ്കര റെയറായിട്ട് യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ അല്ല. അവരുടെ ഡെയിലി ലൈഫിൽ അവരെപ്പോഴും പറയുന്നത് ഐ എം ടയേർഡ് എന്ന് പറയില്ലേ? ഐ എം ടയേർഡ്, ഐ എം വെരി ടയേർഡ്. ഞാനാകെ ക്ഷീണിച്ചു, ഞാനാകെ തളർന്നുപോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ഐ എം നാക്കഡ്, ഐ എം നാക്കഡ്. ഈ കോൺവെർസേഷൻ നോക്കി. വാണ്ട് ടു ഗോ ഔട്ട് ടുനൈറ്റ്. ഇന്ന് രാത്രി പുറത്ത് പോകണോ? അപ്പോൾ മറ്റേ ആൾ പറയാണ് നോ. മീൻസ് നോ. എന്താണ്? ഐ എം നാക്കഡ്, ഞാനാകെ തളർന്നിരിക്കുകയാണ്. ഐ എം നാക്കഡ്, ഐ എം വെരി ടയേർഡ്, ഐ എം ടു ടയേർഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട 10 എക്സ്പ്രഷൻസ് കൂടി ഇന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ അധ്യായത്തിൻ്റെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. ഞാൻ പറഞ്ഞത് 50 അധ്യായങ്ങളുള്ള ഒരു കോഴ്സാണ്. ഇത് മുഴുവനും ഇവിടെ ചെയ്യണം. നിങ്ങളുടെ മുമ്പിൽ തീർത്തും ഫ്രീ ആയിട്ട് പ്രസൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. വളരെ റയറായിട്ടുള്ള കളക്ഷൻസാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അതുപോലെ ബ്രിസ്റ്റു സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലും നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.